ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്ലോഗ് സ്പോട്ട് ഒഫീഷ്യൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി അറിയിക്കണം ആദ്യം ഞാൻ. അതുപോലെ ഇന്നേക്ക് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറ്റാർവാഴ സോപ്പ്, പിന്നെ നമ്മൾ മഞ്ഞളിൻ്റെ സോപ്പ്, അങ്ങനെ പലതരം സോപ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യാരറ്റ്. ഇന്നെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചെങ്കിൽ ഓറഞ്ച് വെച്ചിട്ട്, ഓറഞ്ചിൻ്റെ തോലും ഓറഞ്ചും വെച്ചിട്ട് ഒരു സോപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ചിലവ് നമ്മളെന്ത് ചെയ്യും, സോപ്പിൻ്റെ ബേസൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ അതോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഓറഞ്ചിൻ്റെ തോല് കുറച്ച് കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള തോലെടുക്കാം. നമുക്ക് പുതിയ ഓറഞ്ചിൻ്റെ തോലെടുക്കാം. ഇത് കുറച്ച് ഓറഞ്ച് കളറിൽ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഓറഞ്ച് കളറിൽ നല്ല സോപ്പും ഉണ്ടാവും. ഈ ഓറഞ്ചിൻ്റെ പൗഡറൊക്കെ, ഓറഞ്ചിൻ്റെ തോലിൻ്റെ പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ അതൊന്നുമല്ല, നമ്മളിപ്പോൾ നാച്ചുറലായിട്ടുള്ള ശരിക്കും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അല്ലേ, ഇപ്പോൾ ഓറഞ്ചിൻ്റെ തോല് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അരയ്ക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഒരു തുള്ളി വെള്ളം കൂടി യൂസ് ചെയ്യാതെ വേണം അരയ്ക്കാൻ. ഇപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യണത്, ഈ ഓറഞ്ച് ഒന്ന് അരച്ചെടുക്കുകയാണ്. അതും വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് അരിച്ചെടുക്കാം നമുക്ക്, ഇതിൻ്റെ ജ്യൂസ് മാത്രം. ജ്യൂസ് നമ്മളിതിൽ ഈ ഓറഞ്ചിൻ്റെ തോൽ അരച്ചതിൽ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ സോപ്പാണ് റെഡിയാക്കേണ്ടത്. സ്റ്റാർട്ട്. അപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിയേഴ്സിൻ്റെ ഒരു സോപ്പാണ് എടുക്കുന്നത്. അതാണ് സോപ്പിൻ്റെ ബേസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതുകൂടി വാങ്ങി ചെയ്യുക. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ പിയേഴ്സിൻ്റെ ഒരു സോപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ സോപ്പ് വേണം ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ. ട്രാൻസ്പാരൻറ്റ് സോപ്പ്. ഇതിൽ കൂടുതൽ ഗ്ലിസറിൻ ഉള്ളതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സോപ്പ് യൂസ് ചെയ്യുക. ഇതിൽ സന്തൂറിൻ്റെ ഉണ്ട്, എല്ലാം അങ്ങനത്തെ ഏത് വേണ്ടി സോപ്പ് വേണ്ടി യൂസ് ചെയ്യുക. പക്ഷേ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് വേഗം കട്ട് ചെയ്തും കിട്ടും. കണ്ടില്ലേ, ഇത് കട്ട് ചെയ്തിട്ട് നല്ല ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കാം. എത്രയ്ക്ക് ചെറിയ കഷ്ണാക്കാൻ പറ്റും നിങ്ങൾ അത്രയ്ക്ക് ചെറിയ കഷ്ണാക്കണം. അപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നല്ല ഇതേമാതിരി ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിലും ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വെള്ളം കുറച്ച് ചൂടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു കനമുള്ളൊരു പാത്രം വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഈ സോപ്പിൻ്റെ പീസ് ഇട്ട് കൊടുക്കാൻ കിട്ടും. നന്നായിട്ട് ഇത് മെൽട്ടായിട്ട് വരണം. പെട്ടെന്ന് മെൽട്ടായിട്ട് വരും കേട്ടോ, കാരണം ഇത് ഗ്ലിസറിൻ കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് മെൽട്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് ഇപ്പോഴേ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, പെട്ടെന്ന് മെൽട്ടാവും ഈ സോപ്പ്. കണ്ടോ, നന്നായിട്ട് മെൽട്ടാവണോ, കാണില്ലേ, നന്നായിട്ട് പെട്ടെന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ ഇന്നത്തെ സോപ്പാണ് ഇന്നത്തേതിനെ ഉപയോഗിക്കേണ്ടത്. ഇത് ബേസാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളിതിൽ ഉറപ്പായിട്ടും നിങ്ങളിതിൽ സെൻറ്റോ സ്പ്രേയോ ഇതിലും യൂസ് ചെയ്യാതെ പെർഫ്യൂം മണത്തിന്. പക്ഷേ ഇതിപ്പോൾ പിയേഴ്സിൻ്റെ സോപ്പായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സ്മെല്ല് വേണമെന്നുള്ളവർക്കാണ് ഞാൻ പറയുന്നത്. അല്ല, നമുക്ക് നാച്ചുറലായിട്ടുള്ള മതിയെങ്കിൽ ഇങ്ങനെ മതി. ഇതാ നമുക്ക് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ടല്ലേ. ഇത് നമുക്ക് നിന്ന് എടുക്കാം. ഇതിലേക്ക് നമ്മളെ ഈ ഓറഞ്ചിൻ്റെ ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തന്നെ ഞാനിതിലേക്ക് ഒരു വൈറ്റമിൻ ഇ
വൈറ്റമിൻ ഇയുടെ ഒരു ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതാണ് കേട്ടോ. നമ്മൾക്ക് ഒന്നും മതി, ഞാൻ ഒന്ന് ചേർക്കുന്നുള്ളൂ ഇപ്പോഴത്തേക്ക്, ഒരുപാടൊന്നും വേണ്ട. ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ 3 പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല 2 സോപ്പിനുള്ള ഞാൻ കിട്ടും. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ 2 സോപ്പ് കിട്ടും. മതി. ഒന്നുമില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് ഇളകി കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം, നമ്മളെ ഫ്രീസറിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഇതിങ്ങനെ റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെ വെച്ചാൽ മതി. വൈകുന്നേരമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ രാവിലെ വരേക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് ഇത് ഫുള്ളായിട്ട് നല്ല സ്റ്റക്കായിട്ട് നല്ല സോപ്പ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അതേമാതിരി ഞാൻ ഒരു ട്രയൽ നോക്കിയതാണ് നമ്മളുടെ ആലോവേരയുടെ ജെല്ല് വെച്ചിട്ട്. അതിന് ഞാൻ എന്താ ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചെങ്കിൽ ഒന്ന് ട്രയൽ നോക്കിയതാണ്. തെറ്റ് ചെയ്താൽ പറയാൻ പറ്റില്ല, ട്രയൽ നോക്കിയതാണ്. വീട്ടിൽ ഹമാം സോപ്പൊന്നും ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ട്രയൽ നോക്കിയതാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് വന്നത്. പക്ഷേ സോപ്പായിട്ട് വന്നല്ല, അത് വന്നിട്ടുണ്ട്. എടുക്കാറായിട്ടില്ല, ഒന്ന് ഉറച്ച് വരണേ ഉള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചെങ്കിൽ ഹമാം സോപ്പ് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയണത് ഞാൻ, നമ്മളെ ഇങ്ങനത്തെ സോപ്പ് തന്നെ വേണം, ട്രാൻസ്പാരൻറ്റ് സോപ്പ് തന്നെ വേണം. ഒന്നെങ്കിൽ മെഡിമിക്സിലുണ്ട്. പിന്നെ അതേമാതിരി നമ്മളെ പിയേഴ്സ്, സന്തൂർ, അങ്ങനത്തെ ഇതിൽ ഗ്ലിസറിൻ കൂടുതലുള്ള സോപ്പ് അതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഞാൻ നിർത്തുകയാണേ. ഓക്കെ, ബൈ, താങ്ക് യു.